തൃശൂർ കോർപ്പറേഷനിൽ ബി.ജെ.പി. പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നുണ്ട്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിലാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. പ്രതീകാത്മക ബലിതർപ്പണം നടത്തിയാണ് ബി.ജെ.പി. അവിടെ പ്രതിഷേധം നടന്ന. കഴിഞ്ഞ ദിവസം നേരത്തെ കോൺഗ്രസിനൊക്കെ വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുമാണ്. മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാത്ത കോർപ്പറേഷൻ, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ജീവൻ നഷ്ടപ്പെടുന്നവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഒരു സമരം. ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോയത്? തുടർച്ചയായി ഇവിടെ ഈ ഗട്ടറിൽ ചാടി ആളുകൾ മരിക്കുന്നുണ്ട്. ഇതൊരു ഇന്നലെ ഉണ്ടായത് ഒരു അവസാനത്തെ സംഭവമാണ്. ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഗട്ടറുകളും ഈ ഗർത്തങ്ങളും അതുപോലെ തന്നെ മറ്റേ കുഴികളും എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് നമ്മൾ മേയർ ശ്രദ്ധയിൽ പലവട്ടം കൗൺസിലായിക്കോട്ടെ നേരിട്ട് ഞങ്ങൾ കൗൺസിലേഴ്സ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശ്രദ്ധ കുറവ്, ഈ പുല്ല് വില കൽപ്പിക്കുന്ന ഒരു തീരുമാനം, അതാണ് ഇന്നലെ ആ വിഷ്ണു ദത്തെന്ന യുവാവിൻ്റെ ജീവൻ നഷ്ടമായത്. ഇതൊരിക്കലും ഇനി ആവർത്തിച്ചുകൂടാ. വില കൽപ്പിക്കാത്തൊരു അല്ലെങ്കിൽ ഒരു തീരെ പ്രതിപക്ഷ കൗൺസിലേഴ്സിന്, പ്രത്യേകിച്ച് ബി.ജെ.പി. കൗൺസിലേഴ്സിന് ഒരു തരത്തിൽ എന്താ പറയുക ഒരു വിലയും കൽപ്പിക്കാത്തൊരു മേയറാണ് തൃശ്ശൂർ ഭരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ നേരിട്ടും കൗൺസിലിലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അദ്ദേഹം ചെയ്തില്ല. അതിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക വളരെ ദേഷ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വളരെ എന്താ പറയുക എതിർപ്പുമുണ്ട്. ഒരു സംശയം വേണ്ട, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പ്രതിഷേധ സമരങ്ങൾ. എന്തായാലും ആഷ്മി, ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി. പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രതീകാത്മക സമരത്തിലേക്കടക്കം ബി.ജെ.പി. കടന്നിരിക്കുന്നത്.